തംബ്ലൈനിൽ കണ്ടതുപോലെ ഇന്നൊരു ക്ലീനിങ് ഓർഗനൈസിങ് ഡേ ആണ് കേട്ടോ. ഞാൻ അത്യാവശ്യം ലഗേജ് നാട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം നാട്ടിലുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കുമ്പോൾ എനിക്കൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന്. അതിനുവേണ്ടി എൻ്റെ കബോർഡ് തുറന്നപ്പോഴാണ് അത് അതിലും വലിയ ദുരന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അനുവിൻ്റെ മാരേജ് കഴിഞ്ഞ് പോയപ്പോൾ പിന്നെ ഒന്നും എനിക്ക് ക്ലീൻ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് പുറത്തിട്ടും എവിടുന്ന് തുടങ്ങണമെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ. കാരണം ഒരുപാട് ഡ്രസ്സൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എനിക്ക് സത്യമായിട്ട് മടിയാവും. അപ്പോൾ ഞാൻ ഓരോ പോർഷനായിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ആദ്യം തന്നെ എൻ്റെ കുറച്ച് സാരി ബ്ലൗസ് ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മാറ്റി വെച്ചു. ഇത് സാരിയുടെ കൂടെ അല്ലാണ്ട് ഞാൻ സെപ്പറേറ്റ് മേടിച്ച ബ്ലൗസൊക്കെയാണ് കേട്ടോ. പിന്നെ എൻ്റെ കാണാതെ പോയ പല സാധനങ്ങളും എനിക്കിത് ഈ തെരച്ചിലിനുള്ളിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്നും കാണാറുണ്ടായിരുന്നില്ല. പിന്നെ ഇത് എൻ്റെ കുർത്താസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. ഈ ഒരു സെറ്റ് ഞാൻ കുറച്ചായിട്ടോ മേടിച്ചിട്ട്, ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി മടക്കി അതുപോലെ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സൈഡ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടോ, ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ ക്ലീനിങ്ങും അതുപോലെ ഓർഗനൈസൊക്കെ ചെയ്യുന്നതും ഒരു